സൂര്യ AKGP. അദ്ദേഹത്തെ ഞാൻ വളരെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് പരിചയപ്പെടാൻ എനിക്കൊരു അവസരം കിട്ടുന്നത്. എന്തെന്നറിയത്തില്ല, ഞങ്ങളുടെ ഉള്ളിലുള്ള നിഷ്കളങ്കത്വമാണോ ഞങ്ങളെ കൂടുതൽ അടുപ്പിച്ചെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, അതോ ഞങ്ങൾ അതെ 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 അപ്പോൾ അങ്ങനെ ഞങ്ങൾ വളരെ പെട്ടെന്ന് അടുത്തു. അപ്പം ഞങ്ങൾ പരിചയപ്പെട്ട അന്നത്തെ ദിവസം മുതൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോഴൊക്കെ ഞാൻ അറിയാതെ ഉള്ളിൽ നിന്ന് ഞാൻ ചോദിക്കാറുണ്ട്, GP എന്നാണ് കല്യാണം കഴിക്കാൻ പോകുന്നതെന്നുള്ളത്. അപ്പം ഇങ്ങനെ കുറേ തവണ ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾ ട്രിപ്പ് പോകുമ്പോൾ ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എല്ലാവരുടെയും എടുത്ത് പറയുന്ന പോലെ ഒരു ഒഴിഞ്ഞു മാറ്റമായിരുന്നു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം GP എന്നെ വിളിക്കുകയാണ്, എടാ നീ എവിടെയാണ്? GP ഇടപെട്ട് ഓഫ് ചെയ്തു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഔട്ട് ഓഫ് ദ ബ്ലൂ GP ഗാരു വിളിക്കുകയാണ്. സോറി, ഇപ്പോൾ ഗാരു എന്ന് വിളിക്കണമല്ലോ. GP ഗാരു വിളിച്ചു, നീ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അസർബൈജാനായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, GP ഗാരു ഞാൻ അസർബൈജാനാണ്, എന്താണ് കാര്യം എന്ന് ചോദിച്ചു. എനിക്ക് നിന്നെ നേരിട്ടൊന്ന് കാണണം, എനിക്ക് നിന്നോട് ഒരു കാര്യം സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കാര്യം അറിയത്തില്ല. ഞാൻ ചോദിച്ചു, എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? ഞാൻ പിന്നെ ഫോണിൽ കൂടെ പറഞ്ഞാൽ മതി എന്ന് ചോദിച്ചു. ഇല്ല, ഫോണിൽ കൂടെ പറയത്തില്ല, എനിക്ക് നേരിട്ട് പറയണം. അപ്പോൾ പാരലലി വേറൊരു കഥ നടക്കുന്നുണ്ട്. ആ കഥ പറയാനായിട്ട് കാതികൻ വിരോഗനെ ക്ഷണിച്ചുകൊള്ളുന്നു. അപ്പൊ എന്നോട് പറയണ് നമുക്ക് ജീവനെ കല്യാണം വിളിക്കണം. എല്ലാവരും ക്ഷമിക്കണം, ഇന്നലത്തെ ഹൽദി ഇദ്ദേഹമായിരുന്നു ആങ്കർ ചെയ്തത്. അത് ചെറുതായിട്ട് സൗണ്ട് പോയിട്ടുണ്ട്, അല്ലാതെ ചാടയ്ക്ക് വേണ്ടി ബാസ് എടുത്തല്ല. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യേ, ഒന്നല്ലെങ്കിൽ വീഡിയോ കോൾ വിളിക്കുക, അല്ലെങ്കിൽ ഫോൺ ചെയ്യാൻ പറഞ്ഞു. എനിക്ക് നേരിട്ട് വിളിക്കണം, നേരിട്ട് ചെന്ന് തന്നെ വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, വെയിറ്റ് ചെയ്യാം. അപ്പൊ ജീവ പറഞ്ഞു ഞാനിവിടെ ഉണ്ട്, ഓക്കെ ഞങ്ങൾ അങ്ങോട്ട് വരാം. കുറച്ച് കഴിഞ്ഞ് വിളിച്ചു, ഞാനിപ്പോൾ അവിടെ ഇല്ല, ഞാൻ വേറെ സ്ഥലത്താണ്. അല്ല, ഇങ്ങനെ പല സമയത്ത് വിളിക്കുന്നുണ്ട്. വിളിക്കുമ്പോൾ ഞാൻ പുറത്തായിരിക്കും. അപ്പം ഞാൻ പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ, ഞാൻ എറണാകുളത്ത് വരുമ്പോൾ ഞാൻ GP വിളിക്കും, ഞാനിപ്പോൾ ഇന്നതുപോലെ എറണാകുളത്ത് എത്തിയിട്ടുണ്ട്, നമുക്ക് കാണാമെന്ന് പറയും. എടാ ഞാനില്ല, ഞാൻ അത്യാവശ്യമായിട്ട് പട്ടാമ്പി വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഹൈദരാബാദിലാണ്, ഞാനിപ്പോൾ മുംബൈയിലാണ്. അങ്ങനെ പല സ്ഥലത്ത് ഓടി നടക്കുന്ന ആളാണല്ലോ, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അപ്പം ഞാൻ നാട്ടിൽ വരും, GP നാട്ടിൽ നിന്ന് പോകും, GP നാട്ടിലേക്ക് വരും, ഞാൻ നാട്ടിൽ നിന്ന് പോകും. അങ്ങനെ എൻഗേജ്മെന്റ് നടക്കുന്നത് ഞാൻ വളരെ സങ്കടത്തോടെ കേട്ടോ പറയുന്നത്. ഏറ്റവും അടുത്ത കൂട്ടുകാരൻ്റെ എൻഗേജ്മെന്റ് ഏറ്റവും ലാസ്റ്റിൽ അറിയുന്ന ഒരു കൂട്ടുകാരൻ്റെ വിഷമത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. എൻ്റെ മുഖത്തോട് കാണത്തില്ല, പക്ഷെ എൻ്റെ ഉള്ളിൽ നല്ല വിഷമമുണ്ട്. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് നിശ്ചയത്തിന് 2 ദിവസം മുമ്പ് ഞാൻ ചോദിച്ചു, ഇടയ്ക്ക് കയറാൻ പാടില്ല, ഇടയ്ക്ക് കയറാൻ പാടില്ല. പണ്ടേ ഉള്ളതാ, ഏതെങ്കിലും ഒരു കലാകാരൻ മാർന്നു വരുമ്പോ മുളയിലെന്നുള്ളത് ഇതുള്ളതാ പണ്ട്. കേട്ടോ ഇതേപോലെ ഒരു ബൈക്ക് കഴുകി അല്ല വിനോദേട്ടൻ മരിച്ച് സംഭവം എനിക്ക് ട്രോൾ ആണെങ്കിലും ഒരു നല്ല കണ്ടന്റ് ഇവിടെ കിടന്ന് ചീഞ്ഞു നാറുമ്പോ ഒരു അവതാരകനായിട്ടുള്ള എനിക്ക് അവിടെ ഇരിക്കാൻ സാധിക്കില്ല. ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടി ഏറ്റെടുത്ത ആ കഥ പറഞ്ഞോളാം, കാര്യം എനിക്കുള്ള സംഭവമാണെങ്കിലും. അപ്പോ ഇത് വിനോദേട്ടനാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ ഞാൻ വിനോദേട്ടൻ്റെ അടുത്ത് പറയുന്ന കാര്യം ഇതാണ്, കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഈ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച കാര്യം നിങ്ങളുടെ റോള് കഴിഞ്ഞു, സ്റ്റേജിൽ നിന്ന് സ്റ്റേജ് അങ്ങനെ ഇറങ്ങിക്കും. കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോ എനിക്കിത് കഴിയുന്നതും ആളുകളെ നേരിട്ട് പോയി അറിയിക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഇവിടെയുള്ള എൻ്റെ ഏറ്റവും എല്ലാ ഫ്രണ്ട്സിനെയും ഞാൻ നേരിട്ട് പോയിട്ടാണ് എൻ്റെ വിവാഹ ന്യൂസ് പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ടും ജീവയുടെ അടുത്ത് അത് പറയണമെന്നുണ്ടായിരുന്നു. അപ്പൊ ജീവനെ വിളിച്ചപ്പോൾ അസർബൈജാൻ, ഞാൻ പറഞ്ഞു അസർബൈജാനൊന്നും പ്രശ്നമില്ല, ഒന്ന് വരട്ടെ, ഞാൻ നേരിട്ടേ പറയുള്ളൂ. അപ്പൊ ഞാൻ കല്യാണം ഇത് തീരുമാനിച്ചു. ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞ അസർബൈജാനിൽ നിന്ന് എത്തി. ഞാൻ കാണാമെന്ന് വിചാരിച്ചു. അന്ന് പിന്നെ എനിക്ക് തിരക്കായിട്ട് ഞാൻ കേരളത്തിൽ നിന്ന് അവിടെ പോയി. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് വീണ്ടും ഞാൻ പറഞ്ഞു ഞാൻ നേരിട്ട് പറയാം. അപ്പൊ വിനോദം ചോദിക്കട്ടെ, അല്ല ഉണ്ണി ഇനിയിപ്പോ ഏകദേശം 3 ആഴ്ചയെ ബാക്കിയുള്ളൂ എൻഗേജ്മെന്റിന്, ജീവിയോട് മാത്രമേ നമ്മൾ പറയത്തുള്ളൂ. കുഴപ്പമില്ല, എങ്ങനെ പറഞ്ഞാലും നേരിട്ട് പറയണം, അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പൊ വിനോദം വീണ്ടും പറഞ്ഞു ആ ശരി, അപ്പൊ നേരിട്ട് പറയാം. അവസാനം 2 ആഴ്ച ബാക്കിയുള്ള സമയത്ത് ഞാൻ ജീവനെ വിളിച്ചു. അപ്പൊ ജീവ പറഞ്ഞു എടാ ഞാൻ മാരീഡിലുണ്ട്. ശരി, ഞാൻ നേരെ മാരീഡിലേക്ക് വെച്ച് പിടിച്ചു. അത് കഴിഞ്ഞ ജീവ ഞാൻ മാരീഡിലുണ്ട്. അയ്യോ ഞാൻ മാരീഡിലുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞു ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. ഞാൻ മാരീഡിലുണ്ടായിരുന്നു പറഞ്ഞ സമയം എന്ന് പറയുന്നത് വൈകിട്ട് 4 മണിക്കാണ്. 10:45 ഞാൻ മാരീഡിൽ വന്ന് പറഞ്ഞ് വിളിക്കുന്ന കൂട്ടുകാരെ ഞാൻ എന്തോ ചെയ്യണം? ഒരു കൂട്ടുകാരന് വേണ്ടി 6.25 മണിക്കൂർ പോസ്റ്റ് ആയിട്ടിരിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അല്ല, അത് ചില സാങ്കേതിക അത് പോട്ടെ, അത് വിട്ടു കളഞ്ഞു.
അതും കഴിഞ്ഞ് അവസാനം ഒരാഴ്ച മാത്രം ബാക്കിയുള്ള സമയത്ത് വിനോദേട്ടൻ വീണ്ടും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ജീവയുടെ അടുത്ത് മാത്രം പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു, വീണ്ടും നേരിട്ട് പറയണം, എന്തൊക്കെ സംഭവിച്ചാലും നേരിട്ട് പറയണം. കാര്യം പറയണ്ട്, അളിയാ നമ്മൾ കുറെ കാലം മീറ്റ് ചെയ്യണമെന്ന് പറയും, നേരിട്ട് വാ. അപ്പൊ എനിക്ക് ഇൻസ്പിറേഷൻ ആയി. കണ്ട, അവൻ പറഞ്ഞു കേട്ടാ, അവൻ നേരിട്ട് വരാൻ പറഞ്ഞു. അവൻ എന്താ കാര്യം പോലും അറിയില്ല, അപ്പോഴും നേരിട്ട് വരാൻ പറഞ്ഞു. ഞാൻ 2 തവണ ഫോണിൽ കൂടെ കാര്യം നമ്മൾ നേരിട്ട് പറയണോ, ഫോണിൽ കൂടെ പറഞ്ഞാൽ മതി ചോദിച്ചു. ഇല്ല, എനിക്ക് നിന്നോട് നേരിട്ട് പറയാം. എന്നിട്ട് ഞാൻ ജീവനോട് ചോദിച്ചു, ജീവ എങ്ങോട്ടാ വരണ്ട്? ദുബായിലേക്കോ? എടാ ഞാൻ രാത്രി ദുബായി പോയടാ. ഇതിങ്ങനെ പോയി അവസാനം 3 ദിവസം ബാക്കി എൻഗേജ്മെന്റിന്. 3 ദിവസം ബാക്കി. അപ്പൊ ഞാൻ ഫോൺ എടുത്തിട്ട് നീ സംസാരിക്കണ്ട, മൂത്തോട് നിൽക്കുമ്പോ ചെറിയ ആൾക്കാർ സംസാരിക്കാം. 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ജീവനെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ജീവ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പൊ ജീവ പറഞ്ഞ മറുപടി, അളിയാ പറഞ്ഞു. അല്ലെ നമുക്ക് നേരിട്ട് കണ്ട് പറഞ്ഞാൽ പറയാം. എന്നാലും ഇത്രയായി, ഞാനാണെങ്കിൽ മറ്റന്നാ കാലിക്കട്ട് വരെ പോകുന്നുണ്ട്. ഞാൻ ഒരു കാര്യം ചെയ്യാം, പട്ടാമ്പി വഴി വരാം. എടാ അപ്പൊ നീ ഒരു കാര്യം ചെയ്യും, വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നല്ല ഐഡിയ അല്ലേ? അതാകുമ്പോ നല്ല ദോശ. നീ ഒറ്റയ്ക്കാണോ? ഞാനും ഉണ്ടാവും, എന്റെ കൂടെ ഒരു പയ്യനും ഉണ്ടാവും. പക്ഷെ കുഴപ്പമില്ല, ദോശ നോ ഇഷ്യൂസ്. ഞാൻ വീട്ടിൽ പറയാം, നമ്മുടെ അടുത്ത് പറയാം. അപ്പൊ നമ്മൾ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ ഇരുന്നിട്ടാണ് വിനോദേട്ടാ ഞാൻ എന്റെ എൻഗേജ്മെന്റ് ജീവിയോട് പറയാൻ പോകുന്നത്. അതാണ് സ്പെഷ്യാലിറ്റി. അങ്ങനെ രാവിലെ 5 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. യെസ്. ഞാൻ ഗൂഗിൾ മാപ്പ് എടുത്ത് പട്ടാമ്പി എന്ന് പറഞ്ഞ ലൊക്കേഷൻ കൊടുത്തു. പട്ടാമ്പി വഴി കാലിക്കറ്റ്. യെസ്. ഞങ്ങൾ വണ്ടി ഓടിച്ചു പോകും. രാത്രി വൈകി എഴുന്നേറ്റ് കിടന്ന ഞാൻ ഏകദേശം ഒരു കാൽക്കുലേഷൻ വെച്ച് ഒരു 7:30 ആയപ്പോ എഴുന്നേറ്റിട്ട്, അളിയാ ഇല്ല 7:30 എഴുന്നേറ്റു. നീ എവിടത്തെ? ഞാൻ വന്നോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. 8:45 9:30 ആയപ്പോ ജീപ്പ് പിന്നെയും വിളിച്ചു. അപ്പൊ എനിക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നി. കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗൂഗിൾ മാപ്പിനെ നമ്മൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ലെന്നുള്ളത്. അങ്ങനെ ജീപ്പി വിളിച്ചപ്പോൾ ഞാനൊരു പട്ടാമ്പിയിൽ നിന്ന് 22 കിലോമീറ്റർ മുമ്പിലായി പോയി. എനിക്ക് വേണ്ടി ദോശയും വെച്ച് കാത്തിരുന്ന എന്റെ ബാലൻ. അപ്പൊ ഞാൻ പറഞ്ഞു, ജീവ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പൊ പറഞ്ഞു, എടാ ഞാൻ കോഴിക്കോട് പോവാണ്, കോഴിക്കോട് എത്തിയിട്ട് വിളിക്കാം. അപ്പൊ ഞാൻ, നീ കോഴിക്കോട് പോവാണോ? അപ്പൊ എൻഗേജ്മെന്റ് കോഴിക്കോട്. എടാ ഞാൻ നേരിട്ട് കാണാം. അപ്പൊ നാളെ. അപ്പൊ വിനോദേട്ടൻ, ഉണ്ണി ജീവയോട് പറഞ്ഞ അവൻ പട്ടാമ്പിന്ന് ഭക്ഷണം കഴിച്ചാ? ഞാൻ പറഞ്ഞു, പട്ടാമ്പി മിസ്സായവൻ പോയി. എന്റെ ഉണ്ണി 3 ദിവസം സ്വന്തം സുഹൃത്തിന്റെ അടുത്ത് എൻഗേജ്മെന്റ്. അവൻ ന്യൂസിലോട്ട് അറിഞ്ഞ പ്രശ്നം കേട്ടോ, ഇത് ലീക്കാവാൻ അധികം സമയമൊന്നും വേണ്ട. വിനോദേട്ടാ കോഴിക്കോടാണ് അവനുള്ളത്. എൻഗേജ്മെന്റിന്റെ തലേ ദിവസം കോഴിക്കോട്. ഞാൻ നേരിട്ട് പോയി അവനെ കണ്ട് ഞാൻ പറയുന്നതായിരിക്കും. അപ്പൊ എന്റെ കൂടെ ഒരു പയ്യനുണ്ട്, ജീപ്പി ചേട്ടൻ കുറെ ദിവസമായിട്ട് വിളിക്കുന്നല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു നേരിട്ട് പറയാന്നാ പറഞ്ഞത്. അപ്പൊ എന്തായാലും ഞാൻ കോഴിക്കോട് ഉണ്ടല്ലോ. അപ്പൊ ജീപ്പി കോഴിക്കോടെത്തും. വൈകിട്ട് റൂമിൽ വരുന്നു, ജീപ്പിയെ കാണുന്നു, കഥ എന്താന്ന് കാര്യം കേൾക്കുന്നു, നമ്മളിത് വൈൻഡപ്പ് ചെയ്യുന്നു. അങ്ങനെ ഞാൻ എത്തി, പ്രാക്ടീസ് കഴിഞ്ഞു. ഞാൻ വിളിച്ചു, എടുത്തില്ല. ഞാൻ വിളിച്ചു, എടുത്തില്ല. ഞാൻ വിളിച്ചു, എടാ 2 തവണ വിളിച്ചോളൂ. 3 തവണ. ഗാരു അല്ല, 3ാമത്തെ തവണത്തെ വിളിച്ചു, എടുത്തില്ല. എന്നിട്ട് ഞാൻ കിടന്നുറങ്ങി. പിറ്റേ ദിവസം സത്യം പുകയുടെ രൂപത്തിൽ പിറ്റേ ദിവസം ഞാൻ എഴുന്നേക്കുന്ന വിനോദേട്ടൻ പറഞ്ഞ വീഡിയോ കോൾ ചെയ്തേ പറ്റൂ. ഇന്നും കൂടി കഴിഞ്ഞാൽ നാളെ രാവിലെ എൻഗേജ്മെന്റ് ആണ്, ഇത് പുറത്താവാൻ പോവാണ്, ഇന്ന് വീഡിയോ കോൾ ചെയ്തേ പറ്റൂ. ഞാൻ പറഞ്ഞു, വൈകുന്നേരം വരെ സമയമുണ്ടല്ലോ, നമുക്ക് നോക്കാം. രാവിലെയായി, ഉച്ചയ്ക്കായി. എൻഗേജ്മെന്റ് തലേ ദിവസം എനിക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു, കോഴിക്കോട് പോയിട്ട് ആ ഷൂട്ടും കഴിഞ്ഞ് വൈകുന്നേരമായി. അവസാനം വിനോദേട്ടൻ പറഞ്ഞു, വേണ്ട നമുക്ക് നേരിട്ട്. ഞാൻ പറഞ്ഞു, വേണ്ട വിനോദേട്ടാ, വീഡിയോ കോൾ ചെയ്യാം. എന്തിനാണ് നമ്മൾ ഒരാളുടെ അടുത്ത്, അവൻ എന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ, എന്തിനാണ് അവന്റെ അടുത്ത് നേരിട്ട് പറയുന്നത്? അവന് കാര്യം മനസ്സിലാവൂലേ. വീഡിയോ കോൾ ചെയ്ത് അവൻ കട്ട് ചെയ്ത്. അപ്പൊ രാത്രി ഏകദേശം ഒരു 8 മണി 9 മണി സമയം ഞാൻ കോൾ ചെയ്തു. 7 മണി. എന്താ കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, കാലിക്കറ്റിലെ സരിഗമപ്പയുടെ ഇവന്റ് നടക്കുവാണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് അത്രയും വലിയൊരു ക്രൗഡിനെ ഒരു ഇവന്റ് നമ്മൾ ആദ്യമായിട്ട് പുറത്ത് ഇവന്റ് ചെയ്യുവാണ്. അപ്പൊ ഞാൻ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് എനിക്ക് ഇന്നിയേഴ്സ് ഒക്കെ വെച്ചതുകൊണ്ട് എന്നോട് എൻ്റെ ഡയറക്ടർ പറയുവാണ്, ജീവ ഇപ്പോൾ ഒരു വീഡിയോ LED വോളിൽ വരും. ആ വീഡിയോ കഴിഞ്ഞ് നമ്മൾ 10-ൽ നിന്ന് കൗണ്ട് ഡൗൺ തുടങ്ങും. 1 ആകുമ്പോൾ ജീവ കയറുന്നു, കാലിക്കറ്റിനെ വെൽക്കം ചെയ്യുന്നു, ഹൈ എനർജി, കാലിക്കറ്റിനെ നമ്മൾ കയ്യിലാക്കണം എന്ന് പറയുന്നു. അപ്പം വീഡിയോ പതുക്കെ 2 മിനിറ്റുള്ള വീഡിയോ പതുക്കെ പ്ലേ തുടങ്ങിയപ്പോൾ GP വിളിക്കുന്നു. അപ്പം എന്തായാലും എടുത്തേക്കാം. ഹലോ എടാ നീ എവിടെ? ഞാൻ GP, ഞാൻ ഇവന്റ് കയറാൻ നിൽക്കുക, എന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ള കാര്യമുണ്ടോ? ഉണ്ട്. എന്താ? എടാ എൻ്റെ കല്യാണോ? ഇത് പറയുന്നു, എന്നോട് ഡയറക്ടർ പറയുന്നു, കൗണ്ട് ഡൗൺ തുടങ്ങി. കാര്യം എനിക്ക് നിങ്ങളെ പോലല്ല, വളരെ ചെറിയ മനസ്സാണ്, എനിക്ക് രഹസ്യമുള്ളിൽ സൂക്ഷിക്കാൻ പറ്റത്തില്ല. ഞാൻ ഒരു 10 വർഷമായിട്ട് ഞാൻ ആങ്കർ ചെയ്യുന്നതോടെ ഞാൻ ഏറ്റവും കൂടുതൽ സംയമനത്തോടെയും ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച് ഞാൻ കയറി ഇവന്റാണ്. കാര്യം എൻ്റെ വായി നീ കല്യാണ രഹസ്യം നാട്ടുകാർ അറിയരുതെന്ന് എനിക്കുണ്ടായിരുന്നു.
ഞാൻ ചെന്നിട്ട് വെൽക്കം ചെയ്ത് പറയാനിരിക്കുകയാണ്, എന്റെ കൂട്ടുകാരൻ GP-യുടെ കല്യാണം നടക്കുന്നു, വെൽക്കം കാലിക്കറ്റ് എന്ന് പറയാനാണ് ഞാൻ പോയത്. പക്ഷേ ആരാ കുട്ടി എന്ന് എനിക്ക് അറിയത്തില്ല, എന്നാ കല്യാണം എന്ന് എനിക്ക് അറിയത്തില്ല. ആകെ എന്റെ കയ്യിലുള്ള ഒറ്റ ന്യൂസാ, എടാ എന്റെ കല്യാണം നാളെയാണെന്ന്. ഞാൻ എന്താ ചെയ്യണ്ടേ? എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ എന്റെ ഹൽദിക്കും വരണം, എന്റെ സംഗീതത്തിനും വരണം, എന്റെ കല്യാണത്തിനും വരണം. എൻഗേജ്മെന്റ് ന്യൂസ് ഇതുപോലെ പറഞ്ഞ വേറൊരു വ്യക്തിയില്ല. ഇതിൽ വേറെ ധർമ്മസങ്കടം എന്താ വെച്ചാൽ ഗോപിക ജീവയുടെ ഫ്രണ്ടാണ്. ഗോപിക പറഞ്ഞു, ചേട്ടാ ഞാനും ജീവചേട്ടനും ഫ്രണ്ട്സ് ആട്ടോ, എനിക്ക് ഇൻവൈറ്റ് ചെയ്യണം. നോ, ഞാൻ വിളിക്കും. അവസാനം പക്ഷേ ചക്കിക്കൊത്ത ശങ്കരനാണ് ഇതുവരെ ഈ നിമിഷം വരെ കല്യാണം വിളിച്ചിട്ടില്ല. ഈ നിമിഷം വരെ ഗോപികയുടെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? വണ്ടർഫുൾ ടീമാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്? വെരി ഗുഡ് ക്യാപ്റ്റൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. വാട്സാപ്പിലല്ല വിളിക്കേണ്ടത്. അതല്ല ഗോപിക, നീ വിളിക്കാത്തത് നന്നായി, അല്ലെങ്കിൽ ഞാൻ ഇതിൽ ഒറ്റപ്പെട്ടു പോയേനെ. അപ്പൊ എന്തായാലും 2 ദിവസം മുമ്പ് എന്നെ കല്യാണത്തിന് വിളിച്ച GP കാരനും ഗോപിക്കും എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. ഇനി അങ്ങോട്ട് ഡയലോഗ്സ് ഒന്നുമില്ല. ബൈ മാം.